ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു ചിലവില്ലാണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ ആടയാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതൊരു ഒന്നര മാസം കഴിയുമ്പോഴാണ് ഇത് ചെയ്യൽ. ഇത് ഇങ്ങനെയാണ് എടുത്ത് വയ്ക്കുക. കാച്ചിയ പാലിൻ്റെ തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോൾ അതിന് മേലുള്ള ആടയാണ് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം എടുത്ത് വെച്ച് ഒരു 30 ദിവസം അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആകണ വരെ എടുത്ത് വയ്ക്കുകയാണ്. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെക്കരുത്, കേടായി പോകും. അങ്ങനെ വെച്ചെടുത്തതാണ് ഇത്രയും പാലിൻ്റെ ആടകൾ. അത് നമ്മൾ മിക്സിയിലിട്ടാണ് അടിക്കാൻ പോകുന്നത്. ആ മിക്സിയിൽ ഒഴിക്കുന്ന വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. ആ വെള്ളം തണുത്ത വെള്ളമാണ് ഒഴിക്കുക. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളമല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് എടുത്ത് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ. എന്നാലേ ഇങ്ങനെ ഉരുണ്ടയായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നെയ്യ് തനിച്ച് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് കനലുള്ള ചട്ടിയാണ് എടുക്കുന്നത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ച ആ നെയ്യിനെയാണ് ഉരുക്കാൻ പോകുന്നത്. അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതിനെ നമ്മൾ ചൂടാക്കി വെള്ളത്തിൻ്റെ അംശത്തിനെ കളയുകയാണത്. ഇത് കുറച്ച് സമയമാവും, ഒരു 1/4 മണിക്കൂറിന് മേലെയാവും ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക്. നമ്മൾ അടി പിടിക്കാതിരിക്കാൻ നോക്കണേ. നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ആവിയായി പോയതിന് ശേഷം ഇതേപോലത്തെ ആവും. ഇത് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ നെയ്യാവും. ഇതിപ്പോൾ ഒരു 1/4 മണിക്കൂറിൻ്റെ മേലെയായി, 10 മിനിറ്റിന് മേലെയായി. ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ അരിക്കണം. ഒരു അരിപ്പയിൽ വെച്ച് അരിച്ച് വയ്ക്കണം. അടിയിൽ ഒരു മട്ട ഉണ്ടാവും. ഇത് നമ്മൾ അരിച്ച് വൃത്തിയാക്കി എടുക്കണം. അരിപ്പ വെച്ചിട്ടാണ് അരിക്കുന്നത്. ചൂടോടെ അരിക്കുകയാണത്. കുഴപ്പം അരിപ്പയിൽ ഇപ്പോൾ ചൂട് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിനെ തണുപ്പിച്ചിട്ട് വേണം ഒഴിക്കാനും. ബോട്ടിലേക്ക് ഒഴിച്ചെടുത്ത് വയ്ക്കുമ്പോൾ നന്നായി തണുപ്പിച്ചെടുത്ത് കൊടുക്കുന്നതാണ് നെയ്യ്. ഇപ്പോൾ നമുക്കൊരു 3/4 ലിറ്ററോളം നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മാസം കൊണ്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേറെ എക്സ്ട്രാ ചിലവൊന്നുമില്ല, കുറച്ച് ഗ്യാസിൻ്റെ ചിലവുള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്കൊരു 3/4 ലിറ്റർ നെയ്യ്, നല്ല ശുദ്ധമായ നെല്ല്, ഒരു കെമിക്കലും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്നത്.